വേൾഡ് ഓഫ് ട്രഡീഷൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഒന്ന് വാഗമൺ പോവാണ്. വീണ്ടും വാഗമണിലോട്ടുള്ള യാത്രയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. തൃശ്ശൂർ എറണാകുളം ഹൈവേയിൽ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതിനാൽ ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ അതിരപ്പള്ളി റൂട്ടിലൂടെയാണ് വാഗമണിലോട്ട് പോകുന്നത്. സോ ആരെങ്കിലും തൃശ്ശൂരിൽ നിന്ന് മൂന്നാർ, വാഗമൺ ആ ഭാഗത്തേക്ക് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹൈവേയിലെ ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് ഈ വഴി ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വളരെ സുഖമായിട്ട് പോകാൻ സാധിക്കും. തിരക്കില്ലാതെ പോവാം എന്നതിലുപരി വഴിയിലൂടെയുള്ള യാത്രയും വളരെ മനോഹരമാണ്. കാടിൻ്റെ വന്യതയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ട്രിപ്പ് തന്നെ പോകാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായിരുന്നു വഴിയിലെ കാഴ്ചകളെല്ലാം. സോ വളരെ മനോഹരമായിട്ടുള്ള ട്രിപ്പ് തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് ഈ വഴി ചൂസ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ പരുന്തുംപാറ എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ പരുന്തുംപാറ എന്ന് പറയുന്നത്. മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം തന്നെയാണ്. സോ നമ്മൾക്കതൊന്ന് കണ്ടുവരാം. സോ ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് പരുന്തുംപാറയുടെ ഒരു ഭൂപ്രകൃതി. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഇരുന്ന് തന്നെയായിരുന്നു ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിശക്തമായ കാറ്റും കോടകളാൽ മൂടപ്പെട്ട് കിടക്കുന്ന മലകളും തന്നെയായിരുന്നു. വളരെയധികം മനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും പോയി ആസ്വദിക്കേണ്ട ഒന്നായിട്ടാണ് പരുന്തുംപാറ എനിക്ക് തോന്നിയത്. സോ ഇതിനെ കൂടാതെ അവിടെ ഒരു ഹൈക്കിംഗ് പോയിൻ്റ്, അതുപോലെ തന്നെ ഒരു ജീപ്പ് സവാരി എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഷോപ്പിങ്ങിനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് പുറമെ ചെറിയ ചെറിയ ഭക്ഷണശാലകളുണ്ട്. ചെറിയ കടകളാണ്. വലിയ ഹോട്ടൽസ് ഒന്നും കണ്ടില്ല. സോ നമുക്കൊരു വിശപ്പ് ശമിപ്പിക്കാനായിട്ട് എന്തെങ്കിലും വാങ്ങി കഴിക്കണമെങ്കിൽ ലഘു ഭക്ഷണശാലകളാണ് മൊത്തം ഉള്ളത്. സോ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഈ പരുന്തുംപാറ എന്ന് പറയുന്നത്. പരുന്തുംപാറയുടെ മറ്റൊരു സവിശേഷതയായി തോന്നിയത് അതിൻ്റെ മൊത്തം 4 സൈഡും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. സോ അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു പോയി ആസ്വദിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരത്തെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങളൊന്ന് ഹൈക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പരുന്തുംപാറ 4 ചുറ്റും മലകളാണ്. സോ ബാക്കിയുള്ള മലകളൊക്കെ ഒന്ന് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഹൈക്ക് ചെയ്ത് മുകളിലെത്തിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള മലകളൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഞങ്ങൾ മലമുകളിലോട്ട് കയറുകയാണ്. ഇനിയിപ്പോൾ മല കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ ജീപ്പ് സവാരി ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ അവർക്ക് അങ്ങനെയും ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. മലമുകളിൽ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു. അടിവാരത്തുള്ള കാഴ്ചകളും മുകൾ ഭാഗത്തുള്ള കാഴ്ചകളും കാണാൻ സാധിക്കും. പരുന്തുംപാറയെ പറ്റി കൂടുതലായി പറയുകയാണെങ്കിൽ ഇതൊരു ഭൂമിയിലെ സ്വർഗം തന്നെയാണ്. 4 പാടും പച്ചപ്പിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മലനിരകളാൽ മൂടിയ ഒരു പ്രദേശം തന്നെയാണ് ഈ പരുന്തുംപാറ എന്ന് പറയുന്നത്. സോ ഗൈസ്, ഡോണ്ട് മിസ് ദിസ് പ്ലേസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വാഗമൺ ട്രിപ്പ് എങ്ങാനും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പരുന്തുംപാറ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു സീനിക് ബ്യൂട്ടി തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂ തന്നെയാണിത്. ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് ആസ്വദിക്കുന്നത് വളരെ നല്ലതായിരിക്കും.
പരുന്തുംപാറയിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങളങ്ങനെ മടങ്ങാണ്. ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന വാഗമണ്ണിലെ ഒരു റിസോർട്ടിലാണ്. സോ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കോടയാൽ മൂടപ്പെട്ട ഒരു ഫുൾ സിറ്റി തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സ്റ്റേ ഒക്കെ കഴിഞ്ഞു. കാലത്ത് മോർണിംഗ് എഴുന്നേറ്റ ശേഷമുള്ള ഞങ്ങളുടെ റിസോർട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ചായത്തോട്ടങ്ങളുടെ നടുക്കാണ് ഞങ്ങളുടെ റിസോർട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിരുന്നു അതിന് ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം. സ്റ്റേയും വളരെ അടിപൊളിയായിരുന്നു. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. സോ റിസോർട്ടിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. റിസോർട്ടിനോടും വിട പറഞ്ഞ് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ തങ്ങൾപ്പാറയിലോട്ട് പോവുകയാണ്. വാഗമണ്ണിലെ വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് പോയിൻ്റാണ് ഈ തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. മുൻപും തങ്ങൾപ്പാറ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ തങ്ങൾപ്പാറ ഹൈക്കിംഗ് വെറുതെ ആയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കാണാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും ഇപ്രാവശ്യം തങ്ങൾപ്പാറയിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു. സോ ആ കാഴ്ചകളും നമുക്കൊന്ന് കണ്ടുവരാം. അങ്ങനെ ഞങ്ങളുടെ വാഗമൺ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. സോ ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ നല്ല മഴയായിരുന്നു. നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു. പരുന്തുംപാറയും തങ്ങൾപ്പാറയും വേണ്ടുവോളം ആസ്വദിച്ചു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.